السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين ഷഫീഇനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളെ കുറിച്ചുള്ള ചർച്ചയിൽ അവിടുത്തെ ശക്തിയെക്കുറിച്ചുള്ള വിവരണം സാന്ദർഭികമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആളായിരുന്നുവെന്നും സ്വർഗത്തിലെ 40 പുരുഷന്മാരുടെ ശക്തി ഭൂമിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നുവെന്നും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ഒരു പുരുഷന്റെ ശക്തി ഭൂമിയിലെ 100 ശരാശരി പുരുഷന്മാരുടെ ശക്തിയാണ്. അങ്ങനത്തെ 40 സ്വർഗത്തിലെ പുരുഷന്മാരുടെ ശക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തി കൊണ്ട് തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർ നിരാശരാവുകയേ ഉള്ളൂ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, മഹാനായ ഇബ്നു ഇസ്ഹാഖ് എന്നവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അന്നഹു കാന ബി മക്കത്ത റജുലുൻ ഷദീദുൽ ഖുവ്വ. മക്കയിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് റുക്കാനത്ത് എന്നാണ്. അതിശക്തനായിരുന്നു അദ്ദേഹം. മൽപിടുത്തത്തിലും ഗുസ്തിയിലും അദ്ദേഹത്തെ ചരിത്രത്തിൽ ഒരാളും തോൽപ്പിച്ചിട്ടില്ലാത്ത ഒരാൾ. വകാന അന്നാസു യഅ്തൂനഹു മിനൽ ബിലാദിൽ മുസാറഅ. പല നാടുകളിൽ നിന്നും അദ്ദേഹത്തോട് ഗുസ്തി പിടിക്കാനും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കാനുമായി വലിയ കേമന്മാരായ മല്ലന്മാർ കടന്നു വരാറുണ്ട്. പക്ഷെ ഏതൊരാൾ കടന്നു വന്നാലും അവരെ അദ്ദേഹം നിഷ്പ്രയാസം തോൽപ്പിക്കുകയല്ലാതെ അദ്ദേഹത്തെ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും സാധിക്കാറില്ല. അങ്ങനെ എല്ലാ രംഗത്തും ശക്തി തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഇദ്ദേഹത്തെ റുക്കാനയെ മക്കയുടെ ഒരു പ്രദേശത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ റുക്കാന, ഓ റുക്കാനത്തെ, അലാ തത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ? വതഖ്ബലു മാ അദ്ഊക ഇലൈ, നിന്നെ ഞാനൊരു ഇസ്ലാമിന്റെ കൃത്യമായ പാന്താവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നന്മയുടെ റൂട്ടിലേക്ക് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെയായി. ആ മാർഗം നീ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലയോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഫഖാല ലഹു, നബി സല്ലല്ലാഹു തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ മിൻ ഷാഹിദിൻ യദുല്ലു അലാ സിദ്ഖിക, നിങ്ങൾ പറയുന്നത് സത്യമാണെന്നതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാക്ഷികളെ എന്തു വേണമെങ്കിലും ഞാൻ ഹാജരാക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് അകലെ നിൽക്കുന്ന ഒരു മരത്തെ വിളിക്കുകയും ആ മരത്തോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ മരം അത്യത്ഭുതത്തോടുകൂടെ നബി സല്ലല്ലാഹു തങ്ങളുടെ മുന്നിലേക്ക് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അമ്പരപ്പിച്ചുകൊണ്ട് റുക്കാന ഇതിങ്ങനെ നോക്കി നിന്നിട്ട് നബി തങ്ങൾ അതിനോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്തു. ആ രംഗം കാണിച്ചു കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അറഅയ്തുക ഇൻ സറഅതുക തുഅ്മിനു ബില്ലാഹി വറസൂലി, ഞാൻ നിന്നെ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തിയാൽ, ഗുസ്തിയിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചാൽ, നീ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാൻ തയ്യാറാകുമോ? അപ്പോൾ റുക്കാനത്ത് പറഞ്ഞു, അതെ, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, തഹയ്യലിൽ മുസാറഅ, എന്നാ പിന്നെ മൽപിടുത്തത്തിന് ഒരുങ്ങിക്കോളാൻ. അങ്ങനെ മൽപിടുത്തത്തിനൊരുങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്. അങ്ങനെ ഫദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദഹു, റസൂലുള്ളാഹി അദ്ദേഹത്തെ പിടിക്കുകയും സുമ്മ സറഅഹു, അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ റുക്കാന പരാജയപ്പെട്ടപ്പോൾ ഫതഅജ്ജബ റുക്കാന മിൻ ദാലിക്, ഇത് കണ്ട് റുക്കാനക്ക് അത്ഭുതമായി. കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എത്ര വലിയ മല്ലൻ വന്നാലും എത്ര വലിയ ശക്തൻ വന്നാലും റുക്കാനയെ പരാജയപ്പെടുത്തിയ ഒരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ റുക്കാനത്തിന് അത് അത്ഭുതം തോന്നുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ തന്റെ കരിയറിൽ ഒരു പ്രയാസമായി അദ്ദേഹത്തിന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ഗുസ്തി പിടിക്കാം എന്ന് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു തങ്ങൾ സമ്മതിച്ചു. രണ്ടാമതും നടന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. മൂന്നാമതും ആവശ്യപ്പെട്ടു. 3 തവണ ഗുസ്തി നടന്നു, 3 തവണയും പരാജയപ്പെട്ടു. അപ്പോൾ മൂന്നാമത്തെ തവണ അദ്ദേഹം പറഞ്ഞു, ഇന്ന ശഅനക ലഅജീബ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ എന്ന്
റുക്കാന അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ പലരുടെയും ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ശക്തി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമായിരുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവിടുത്തെ ശക്തി നൽകിയ പ്രത്യേകതയുടെ കാരണമാണ്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ സവിശേഷതകളും പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രംഗമുണ്ട്. ഒരു വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയുടേതെന്നോ മഹത്വത്തിന്റേതെന്നോ അല്ലെങ്കിൽ പവറിന്റേതെന്നോ ജനം വിലയിരുത്തുന്ന ഒരു സംഗതിയിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു തങ്ങൾ രണ്ടാമനല്ല. അതിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഒന്നാമൻ തന്നെയാണ്. അവിടെ നബിതങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരാളെ അള്ളാഹു തആല ലോകത്ത് സംവിധാനിച്ചിട്ടില്ല. ഇത് വല്ലാത്തൊരു അഭിമാനവും വല്ലാത്തൊരു മഹത്വവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾക്ക്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സംഗതികളും പരിശോധിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഒരു സംഗതിയിലും നബിതങ്ങളുടെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഓവറാണ്, അല്ലെങ്കിൽ തീരെ കുറഞ്ഞുപോയി എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. നബിതങ്ങളുടെ ചിരിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കരച്ചിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ധീരതയും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം, നബിതങ്ങളുടെ ചിരി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾ പൊട്ടിച്ചിരിക്കുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വായയുടെ ഉൾഭാഗം വരെ പുറത്ത് കാണാവുന്ന വിധത്തിൽ വായ ഒളിച്ചു ചിരിക്കുകയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ചെയ്യാറില്ല. അവിടുത്തെ പല്ലുകൾ വെളിവാകുന്ന വിധത്തിൽ തന്നെ ചിരിക്കുന്നത് അതിനു മാത്രം അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ്. ചില സംഗതികളൊക്കെ, ചില അത്ഭുതങ്ങൾ പറയുമ്പോൾ, ചില അത്ഭുതങ്ങൾ കേൾക്കുമ്പോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപൂർവമായി പല്ലുകൾ വെളിവാകുന്ന വിധത്തിൽ ചിരിച്ചത് ചരിത്രത്തിലുണ്ട്. അവിടെയൊക്കെ സഹാബത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലുകൾ വെളിവാകും വിധത്തിൽ ചിരിച്ചു. അല്ലെങ്കിൽ പൊതുവിൽ റസൂലുള്ളാഹിന്റെ ചിരി എന്ന് പറഞ്ഞാൽ അത് തപസ്സുമാണ്, പുഞ്ചിരിക്കൽ മാത്രമാണ്. അതേപോലെ കരച്ചിലും, ആ കരച്ചിൽ അകത്തുനിന്ന് ശക്തമായ തേങ്ങലുണ്ടാവും എന്നല്ലാതെ ഒരിക്കലും തന്നെ ഒരു പൊട്ടിക്കരച്ചിലിന്റെ അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കരച്ചിൽ എത്താറില്ല. ബഹളമയമായ ശബ്ദം കൂടിയ വിധത്തിലുള്ള ഒരു ശൈലിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലെത്തലില്ല. അവിടുത്തെ ധീരത ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തും വിധത്തിലുള്ള ധീരതയാണെന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഉഹദ് യുദ്ധത്തിന്റെ രംഗത്ത് ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നപ്പോ സ്വാഭാവികമായും നബിതങ്ങളെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന സ്വഹാബത്തിന് ഈ ഷോക്കിംഗ് ന്യൂസ് താങ്ങാനാവാത്തത് കൊണ്ട് അവർ പരിഭ്രമിച്ചുപോയി. പരിസരബോധം മറന്ന സ്വഹാബികൾ 4 ഭാഗത്തേക്കും ഛിന്ന ഭിന്നമായി ഓടിപ്പോകുമ്പോ ആർത്തലച്ചു വരുന്ന കടൽ തിരമാലകൾക്ക് സമാനരായി സർവായുധ സജ്ജരായ ശത്രു സമൂഹം ഇത് തന്നെ അവസരമെന്ന് കണക്കാക്കി നബിതങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വരുമ്പോ തന്റെ ഒട്ടകപ്പുറത്ത് കയറി നിന്ന് അന നബിയുൽ ലാ കദിബ് അനബുനു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, ഇത് ബടായി പറഞ്ഞതല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ തറവാട്ടിൽ പറഞ്ഞ തന്റെ ഇടമുള്ള മോനാണ്, നിങ്ങൾ എല്ലാവരും വന്നോളൂ, നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ചരിത്രത്തിന്റെ ആ ധീരമായ നിലപാട്. അതേപോലെ ഹുനൈൻ യുദ്ധത്തിന്റെ രംഗം, മുസ്ലിമീങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിഷയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പിന്തിരിഞ്ഞോടുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായപ്പോ അവിടെയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ധീരമായി ഉറച്ചു നിന്ന ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ വല്ലാത്ത ഒരു പ്രതിസന്ധിയുള്ള ഘട്ടങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള എന്ത് സംഭവങ്ങൾ നടക്കുമ്പോഴും മദീനയിലാണെങ്കിലും എല്ലാവരും പേടിച്ചു പറക്കുന്ന സമയം അവരൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിക്കണ്ട, ആരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ മുന്നണി പോരാളിയായി നിൽക്കുന്ന രംഗം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായ പ്രത്യേകതകളിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകമായ പവറുകളുടെ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. എന്തിനിങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഒരാൾക്കും മഹത്വം അല്ലാഹു തആല നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ, സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ മറ്റ് നബിമാരെക്കാൾ പോലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഔന്നിത്യമുണ്ട്, ബാക്കിയുള്ളവരെക്കാൾ എന്തായാലും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത്, മതിപ്പ് നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.